മുഖങ്ങൾ വിൽപ്പനയ്ക്ക്. വിൽപ്പനയ്ക്ക് മുഖങ്ങൾ മുഖങ്ങൾ വിലതുറ്റം ഗുണം മെച്ചം വരുവിൻ വരുവിൻ വന്നു വാങ്ങുവിൻ വാങ്ങുവിൻ മുഖങ്ങൾ വിൽപ്പനയ്ക്ക്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ കാപ്പിൽ വി സുകുമാരൻ, ഖാൻ കാവിൽ, പുഷ്പ, മഞ്ജുള മാത്യൂസ്. വിൽപ്പനയ്ക്ക് മുഖങ്ങൾ മുഖങ്ങൾ വിലതുറ്റം ഗുണം മെച്ചം വരുവിൻ വരുവിൻ വന്നു വാങ്ങുവിൻ വാങ്ങുവിൻ മുഖങ്ങൾ വിൽപ്പനയ്ക്ക് മുഖങ്ങൾ വിൽപ്പനയ്ക്ക്. ഞങ്ങളിൽ അവശേഷിച്ച നന്മയെ ഊറ്റിക്കുടിക്കാൻ 1000 പൽചക്രങ്ങളിൽ ഇരമ്പുന്ന ദാഹമായി കിതയ്ക്കുന്ന നഗരമേ, മുഖങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച നിന്റെ വാണിഭത്തെരുവിലേക്കിതാ ഒരിടപാടുകാരൻ കൂടി. വിൽപ്പനയ്ക്ക് മുഖങ്ങൾ മുഖങ്ങൾ വിലതുറ്റം ഗുണം മെച്ചം വരുവിൻ വരുവിൻ വന്നു വാങ്ങുവിൻ വാങ്ങുവിൻ മുഖങ്ങൾ വിൽപ്പനയ്ക്ക് മുഖങ്ങൾ വിൽപ്പനയ്ക്ക്. ഈ വാണിഭത്തെരുവിൽ വന്നുപെട്ട അരുൺ പ്രകാശും ഭാര്യയും അനീത എന്ന പെൺകുട്ടിയും 10-15 മിനിറ്റുകൾക്കുള്ളിൽ അറിയും. വിലക്കെടുത്ത മുഖങ്ങളെപ്പോലെ തന്നെ കമ്പോള ചരക്കുകളായിരുന്നു അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ബന്ധങ്ങളും എന്ന്. 15 മിനിറ്റ്. എന്റെ വാച്ച് ഒരിക്കലും ശരിയായ സമയം കാണിച്ചിട്ടില്ല. അതിലിപ്പോൾ 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വാച്ചിലേക്ക് നോക്കൂ. ഓ, ശരിയാവുന്നില്ല അല്ലേ? അതാണ് ഏറ്റവും വലിയ ശാപം. കാലത്തിന്റെ ഹൃദയമിടിപ്പ് നമ്മളൊക്കെ വ്യത്യസ്ത മാത്രകളിൽ അളക്കുന്നു. ഓരോ വാച്ചും ഓരോ സമയം കാണിക്കുന്നു. യു ആർ റൈറ്റ് മിസ്റ്റർ അരുൺ. ഓരോ വാച്ചും ഓരോ സമയം കാണിക്കുന്നു. പക്ഷേ നിനക്ക് നിന്റെ വാച്ചിലെ മിനിറ്റ് സൂചിയെ പിടിച്ചു നിർത്താനാവില്ല. ഓരോ സമയം കാണിക്കുന്ന ഓരോ വാച്ചുമായി ഇപ്പോഴീ റേഡിയോയ്ക്ക് മുമ്പിലിരിക്കുന്ന ആയിരങ്ങൾക്കും അവരുടെ വാച്ചിലെ നിമിഷങ്ങളുടെ സ്പന്ദനത്തെ നിശ്ചലമാക്കാനാവില്ല. ഞാൻ പറയുന്നു, ഇനി അവശേഷിക്കുന്ന 13 മിനിറ്റിനുള്ളിൽ നിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് സംഭവിക്കും. എനിക്കറിയാം, മനുഷ്യായുസിൽ 13 മിനിറ്റ് നിർണായക ഘടകമേ അല്ല. അരുൺ, നീ നിന്റെ മനസ്സിന്റെ മുഖപടം മാറ്റി ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഇന്ന് 8 മണിക്ക് മുമ്പ് എന്തെല്ലാം സംഭവിക്കുമെന്ന്. സംഭവിച്ചേക്കാം. ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. അയാൾക്കെല്ലാം അറിയാമെന്ന് തോന്നുന്നു. എല്ലാ തിങ്കളാഴ്ചയും എന്നോടൊത്ത് കഴിയാൻ നഗരത്തിലെ വാടക മുറിയിലെത്താറുള്ള എന്റെ ഭാര്യയെക്കുറിച്ച്, 6 വർഷത്തെ വേർപാടിന് ശേഷം എന്നെ കാണാൻ ഇന്നെന്റെ വാടക മുറിയിലെത്തുന്ന അനീതയെക്കുറിച്ച്. തീർച്ചയായും എനിക്കറിയാം. നിന്റെ ഭാര്യ അനീലയും നിന്റെ സുഹൃത്ത് അനീതയും ഇന്ന് നിന്റെ വാടകമുറിയിൽ സന്ധിക്കും. നിന്റെ ദ്വിമുഖ വ്യക്തിത്വം അവർ അനാവരണം ചെയ്യും. നിമിഷങ്ങൾ ഓരോ തവണ സ്പന്ദിക്കുമ്പോഴും അനീത എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിരിക്കുന്ന എന്റെ ഈ 13 നമ്പർ വാടകമുറിയിൽ അല്പസമയത്തിനുള്ളിൽ അവൾ വന്നെത്തുകയായി. ഇന്നലെ കിട്ടിയ അവളുടെ എഴുത്തിൽ, അരുൺ, മരുഭൂമിയിലെ യാത്രക്കാര, നിനക്ക് തന്ന ഹൃദയം തിരിച്ചു വാങ്ങാൻ മറന്നുപോയ പെൺകുട്ടി ഇതാ വീണ്ടും അരുൺ പ്രകാശിലേക്ക് യാത്രയാകുന്നു. 19-ാം തീയതി രാത്രി 7:30 നിന്റെ നഗരത്തിലെത്തുന്ന വണ്ടിയിൽ ഞാനുണ്ടായിരിക്കും. സ്റ്റേഷനിൽ വന്നില്ലെങ്കിലും മുറിയിൽ കാത്തിരിക്കാതിരിക്കരുത്. സ്വന്തം അനീത. അവൾ എത്തിക്കാണും. പക്ഷെ എനിക്ക് കാത്തിരിക്കാൻ വയ്യ. കാലത്തെ എന്ന പോലെ വ്യക്തികളെയും കാത്തിരിക്കാത്തവനാണല്ലോ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തു പോവുകയാണ്. മുറി പൂട്ടുന്നില്ല. മരുഭൂമിയിലെ യാത്രക്കാരന് കൊടുത്ത ഹൃദയം തിരിച്ചെടുക്കാൻ വരുന്ന അനീതയുടെ മുൻപിൽ 13-ാം നമ്പർ മുറിയുടെ വാതിൽ തുറന്നു തന്നെ കിടക്കും. ഹോട്ടൽ ബോയ് അവൾക്ക് വഴി കാണിക്കും. അനീതയെ കാണും മുൻപ് എനിക്ക് ആ തെരുവ് വിൽപ്പനക്കാരന് കണ്ടേ തീരൂ. വിലതുറ്റം ഗുണം മെച്ചം വരുവിൻ വരുവിൻ വന്നു വാങ്ങുവിൻ വാങ്ങുവിൻ മുഖങ്ങൾ വിൽപ്പനയ്ക്ക് മുഖങ്ങൾ വിൽപ്പനയ്ക്ക്.
വിലതുച്ഛം ഗുണം മെച്ചം മുഖങ്ങൾ മുഖങ്ങൾ. എന്താ സാർ പാത്തും പതുങ്ങി നോക്കുന്നത്? ധൈര്യമായിട്ട് വരണം. ഇതാ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. ആ, ഇതൊരു രഹസ്യ കച്ചവടമൊന്നും അല്ല സാറേ. സാർ അതാ ആ പോകുന്ന ആളെ കണ്ടോ? മദ്യവർജന യോഗത്തിൽ പ്രസംഗിക്കാൻ പോവുകയാ. മദ്യഷാപ്പിൽ നിന്ന് ഇപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്റെ അടുത്ത് വന്ന് ഒന്നാന്തരം ഒരു മുഖവും വിലക്കെടുത്തു. സംഗതി നീറ്റ്. ആട്ടെ, സാറിന് എത്ര വേണം? തൽക്കാലം 2 മതി. ഏയ്, 1 ഡസൻ എടുത്തോളൂ സാറേ. വില കുറച്ചു തരാം. വേണ്ട. ആട്ടെ, എവിടെ ധരിക്കാനുള്ളതാ? ജനത്തിന്റെ മുമ്പിലോ, വീട്ടിലോ, ഓഫീസിലോ, അതോ? ഈ ഒറ്റ രാത്രിക്കുള്ള ഉപയോഗത്തിനാണ്. എന്റെ ഭാര്യയുടെയും എന്റെ സ്നേഹിതയുടെയും മുൻപിൽ ധരിക്കാൻ. എന്നാൽ ഇതെടുത്തോളൂ. മുന്തിയ തരമാണ്. പിന്നീട് ഒരു കാര്യം, പുതിയ മുഖം വെക്കുമ്പോൾ സൂക്ഷിക്കണം. ശരിക്ക് ധരിച്ചില്ലെങ്കിൽ അത് അപകടമുണ്ടാക്കും. മുഖങ്ങൾ മുഖങ്ങൾ വിൽപ്പനയ്ക്ക്. മുഖങ്ങൾ മുഖങ്ങൾ വിലതുച്ഛം ഗുണം മെച്ചം. വരുവിൻ വരുവിൻ, വന്നു വാങ്ങുവിൻ വാങ്ങുവിൻ. മുഖങ്ങൾ വിൽപ്പനയ്ക്ക്. മുഖങ്ങൾ വിൽപ്പനയ്ക്ക്. ഇതാണ് മുറി. ഓ, റൂം നമ്പർ 13. ദൗർഭാഗ്യത്തിന്റെ നമ്പർ. ഈ കുറിപ്പ് അരുൺ സാർ തന്നതാ. അത്രയെങ്കിലും ചെയ്തല്ലോ. നന്ദി അരുൺ, നന്ദി. ഞാൻ പോയിക്കോളൂ. 6 വർഷം മുൻപ് ഞങ്ങൾ ഒന്നിച്ച് സ്വപ്നങ്ങൾ നെയ്തപ്പോഴും അവസാനമായി ഞാൻ ഇറങ്ങിപ്പോയപ്പോഴും അരുണിന്റെ ഈ മുറി മനോഹരമായിരുന്നു. ഇന്ന് എങ്ങനെയാണാവോ? കടന്നു നോക്കട്ടെ. ഫാന്റാസ്റ്റിക് ചേഞ്ച്. കറുത്ത കിടക്കവിരികൾ, കറുത്ത ജാലകഞ്ഞുറികൾ, കറുപ്പ് ചായമടിച്ച ചുമരുകൾ, കറുത്ത കവറുള്ള പുസ്തകങ്ങൾ. അരുൺ, എന്തു പറ്റി നിനക്ക്? നിന്റെ ഈ മാറ്റം വിചിത്രവും ഭീകരവുമാണ്. നിന്റെ ഷോക്കേസും ശൂന്യമാണല്ലോ. അരുൺ, ആ കൗതുക വസ്തുക്കളൊക്കെ എവിടെ പോയി? ഒന്ന് മാത്രം അവശേഷിക്കുന്നു. ചൈനീസ് മിത്തിലെ 3 കുരങ്ങന്മാർ. മിണ്ടരുത്, കേൾക്കരുത്, പറയരുത്. വേണ്ട അരുൺ, വേണ്ടെന്നേ. അത് ഷോക്കേസിൽ വെക്കണ്ട. മിണ്ടാതിരിക്കുന്നതും പറയാതിരിക്കുന്നതും കേൾക്കാതിരിക്കുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അരുൺ അന്നത് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തോർക്കുന്നു. എന്താണിത്? ഷോക്കേസിൽ പുറംതിരിച്ചു വെച്ചിരിക്കുന്ന എന്റെ ഫോട്ടോ. എന്തിനാണ് അരുൺ അത് ഷോക്കേസിലേക്ക് മാറ്റിയത്? ബട്ട് ഐ എം ഹാപ്പി അരുൺ. അതെങ്കിലും നീ സൂക്ഷിക്കുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹോട്ടൽ ബോയ് തന്ന കുറിപ്പിൽ അരുൺ എന്താ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. ഞാനിപ്പോഴാരെയും കാത്തിരിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിന്നെ, അതിവിദൂരതയിൽ നിന്ന് നിന്നെ കാണാൻ വന്ന എന്നെ പോലും. മുറിയിലെ മാറ്റം നിന്നെ അത്ഭുതപ്പെടുത്തി കാണും. വലിയ മാറ്റം. അന്ന് നീല സിൽക്ക് നൂലിൽ ഞാൻ സ്വീറ്റ് ഡ്രീംസ് തുന്നിച്ചേർത്ത വെള്ള വിരികളുണ്ടായിരുന്നു. പൂ തുന്നി ഇളം നീല ജാലകഞ്ഞുറികളുണ്ടായിരുന്നു. മുറിയിൽ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ നേർത്ത പരിമളവും ഉണ്ടായിരുന്നു. ഞാൻ 8 മണിക്ക് വന്നെന്നിരിക്കാം, വരാതെയും ഇരിക്കാം. വരാതെയും ഇരിക്കാം. വന്നില്ലെങ്കിൽ അനീത തിരിച്ചു പോകൂ. 8 മണിവരെ കാത്തിരിക്കുക. കാത്തിരിപ്പ് ബോറായി തുടങ്ങുമ്പോൾ മേശപ്പുറത്തുള്ള എന്റെ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യൂ. നിനക്ക് വേണ്ടി ഞാനതിൽ ഒരു ഇംഗ്ലീഷ് പാട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ആവാം. നീ ഇഷ്ടപ്പെടാത്തതാണ് കേൾക്കുന്നതെങ്കിൽ മേശവലിപ്പിൽ പോയകാല വസന്തം എന്ന് രേഖപ്പെടുത്തിയ മറ്റൊരു കാസറ്റ് ടേപ്പുണ്ട്. അതെടുത്തു വെച്ച് കേൾക്കുക. അരുൺ. എന്താണാവോ അരുൺ എനിക്ക് വേണ്ടി പകർത്തി വെച്ചത്? കേട്ടു നോക്കാം. Get back? എനിക്കിത് കേൾക്കണ്ട. ഇല്ല, ഞാൻ തിരിച്ചു പോവില്ല. I just won't go back. ഇപ്പോഴും അതേ പല്ലവി. തിരിച്ചു പോകാൻ എവിടേക്ക്? എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? അന്നും നീ ഇത് തന്നെ പറഞ്ഞു. സോറി. വെറും ഒരു പാട്ട് കേട്ട് ഞാൻ ഇത്ര വികാരാധീനയാകേണ്ടിയിരുന്നില്ല. അടുത്ത ടേബിൾ എന്താണാവോ നോക്കട്ടെ. വേണ്ട അരുൺ. വേണം. വേണം. നോട്ടി ബോയ് യു ആർ. ചീത്ത കുട്ടിയാണ്. ഇനി പറ, ഹൃദയം പറിച്ച് കയ്യിൽ വെച്ച് തന്നാൽ ചെമ്പരത്തിപ്പൂവാണെന്ന് പറയും. അങ്ങനെ തന്നെ പറയും. അരുണിന്റെ ഹൃദയം ചെമ്പരത്തിപ്പൂ. പറയടോ,
അരുണിന്റെ ഹൃദയം സ്നേഹനിർഭരം. അരുണിന്റെ ഹൃദയം സ്നേഹശൂന്യം. പറയടി. ആ എന്റെ ചെവിന്ന് വിടൂന്നേ. പറ. വിട്ടു, ഞാൻ പറയാം. പറയൂ. അരുൺ സ്നേഹനിർഭരനാണ്. ആ ഹൃദയം നിറയെ ഞാനാണ്, അല്ല ഞാൻ മാത്രാണ്. ആ ഹൃദയം തുടിക്കുന്നത് പോലും എനിക്ക് വേണ്ടിയാണ്. നമ്മൾ എത്ര കാലം എങ്ങനെ ചിരിക്കും? മരിക്കുന്നതുവരെ. എന്നാ നമുക്ക് വേഗം മരിക്കാം. അതെന്തിനാ? ചിരിച്ചുകൊണ്ട് മരിക്കാൻ. അരുൺ, യു ആർ ദി ഓൺലി ഗുഡ് തിങ് ദാറ്റ്സ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ഈ ബന്ധമാണ്. എന്റെയും. ശരി, ഇന്ന് സ്വപ്നം കാണാൻ ഇത്രയും മതി. പോകാം. എങ്ങോട്ട്? പൊന്നുമോളെ കാത്ത് ഗേറ്റിൽ തന്നെ നിൽക്കുന്ന തന്തപ്പടിയുടെ അടുത്തേക്കോ തിയേറ്ററിലേക്കോ ബാറിലേക്കോ? ബാറിലേക്കോ? ഐസ്ക്രീം ബാറിലേക്ക്. വിവരമില്ലാത്തവള്. കഴിഞ്ഞു? അതോ ബാക്കി മറുപുറത്തോ? സംസാരിക്കുമ്പോൾ പലപ്പോഴും റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കുന്നത് അരുണിന്റെ ഹോബിയായിരുന്നു. അരുണിന്റെ ഇനിയുള്ള ജീവിതത്തിൽ അനിത ആരും ആയിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. അനീത എന്റെ ആരുമായിരിക്കില്ല. ഇത് പ്രോമിസ്? പ്രോമിസ്. വിവാഹത്തിന്റെ ആദ്യ രാത്രി തന്നെ ഭർത്താവിനെ കൊണ്ട് നീ ഇങ്ങനെ ആണയിടിക്കണോ അനില? വേണം. എന്റെ ഭർത്താവ് എന്റേത് മാത്രമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വേറൊരു പെൺകുട്ടിയുടെ നിഴൽ പോലും വീഴുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അരുണിനെ എന്നിൽ നിന്ന് അകറ്റിയത് നീയായിരുന്നു? ഞാൻ ഇനി ഒരിക്കലും അനീതയെ കാണില്ല. ഓ ഇല്ല, എനിക്കിത് കേൾക്കണ്ട. എനിക്കിത് സഹിക്കാൻ കഴിയില്ല. I'll stop this. But you can't stop me. ആ യന്ത്രം നിങ്ങൾക്ക് ഓഫാക്കാൻ കഴിയും, പക്ഷേ എന്നെ തടയാനൊക്കില്ല. നിങ്ങൾ ഞാൻ അരുണിന്റെ സോർട്ട് ഓഫ് ഗേൾഫ്രണ്ട്? യെസ്. ഞാൻ അരുണിന്റെ ഭാര്യ? യെസ്, സോർട്ട് ഓഫ്. ഒരിക്കലും ആരുടെയും സ്വന്തമാകാൻ ഇഷ്ടപ്പെടാതിരുന്ന അരുണിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞ നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. എന്റെ സ്വന്തമായിട്ടും അരുണിനെ എന്നിൽ നിന്നും അകറ്റാൻ മാത്രം അയാളിൽ സ്വാധീനമുണ്ടായിരുന്ന നിങ്ങളെ ഞാൻ കൂടുതൽ ബഹുമാനിക്കുന്നു. എന്റെ സ്വന്തമാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് അരുണിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും അരുൺ എന്റെ സ്വന്തമല്ലെന്ന് വിശ്വസിക്കാൻ എനിക്കും കഴിയില്ല. സോ നമുക്ക് രാജിയാവാം. ഹലോ അനീത. ഹലോ അനീല. നിങ്ങൾ? അരുണോ? കള്ളൻ ബോയ്. നോ, ഞാൻ കള്ളനല്ല. അരുൺ പ്രകാശ്. കള്ളൻ അല്ല, നിങ്ങൾ അരുണല്ല. അരുണിന്റെ ശബ്ദമുള്ള ആരോ ഒരാൾ. അല്ല, ഞാൻ അരുണാണ്. ശല്യപ്പെടുത്താതെ പോകൂ. അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. എനിക്കത് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. എന്റെ മുഖം. ശരി, ഞാൻ പോകുന്നു. പക്ഷെ നിങ്ങൾ കാത്തിരിക്കുന്ന അരുൺ പ്രകാശ് ഇനി വരികയുണ്ടാവില്ല. ഇനി കാത്തിരിക്കുന്നത് അർത്ഥശൂന്യമാണ്. എപ്പോഴെങ്കിലും വരാനിടയുള്ള അരുൺ പ്രകാശിന് ഈ കുറിപ്പ് മാത്രം. മരുഭൂവിലെ യാത്രക്കാര, നിനക്ക് തന്ന ഹൃദയം തിരിച്ചെടുക്കാൻ വന്ന പെൺകുട്ടി ഇതാ അരുൺ പ്രകാശിൽ നിന്ന് യാത്രയാകുന്നു. അനീത. എക്സ്ക്യൂസ് മീ, ഒരു വരി ഞാനും കുറിക്കട്ടെ. ഇനിയുള്ള തിങ്കളാഴ്ചകളിൽ നിങ്ങളെ കാണാൻ വരാനുള്ള മനസാന്നിധ്യം നഷ്ടപ്പെട്ടവളായി നിങ്ങളുടെ ഭാര്യയും ഇതാ അരുൺ പ്രകാശിൽ നിന്ന് യാത്രയാകുന്നു. അനില. വാച്ചിലേക്ക് നോക്കൂ. കഴിഞ്ഞ 15 മിനിറ്റ് അരുണിന്റെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളായിരുന്നുവെന്ന് നിങ്ങളും സമ്മതിക്കില്ലേ? ഇപ്പോൾ അരുണില്ല, അനീതയില്ല, അനീലയില്ല. കറുപ്പിന്റെ ദുരൂഹവും അവ്യാഖ്യേയവുമായ പശ്ചാത്തലത്തിൽ അരുണിന്റെ 13-ാം നമ്പർ വാടകമുറി മാത്രം തുറന്നു കിടക്കുന്നു. മുഖങ്ങൾ വിൽപ്പനയ്ക്ക് ലഘുനാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ: കാപ്പിൽ വി സുകുമാരൻ, ഖാൻ കാവിൽ, പുഷ്പ, മഞ്ജുള മാത്യൂസ്.